ഏട്ടാ, ആരെയും കാണുന്നില്ലല്ലോ. രവേട്ടാ, രേണടുത്തി. ഇതാര് സുമതിയോ? നീ എന്താ പറയേണ്ടി വന്ന്? ഏട്ടൻ മേലെയായിരുന്നോ? ഒരു കാര്യം ഏട്ടാ, അത് പറയാൻ വേണ്ടി ഓടി വന്നതാ. എന്ത് കാര്യം? എന്താ നിനക്കിത് ഫോൺ ചെയ്ത കൂട്ടേ? ഇത് ഫോൺ ചെയ്ത് പറയേണ്ട കാര്യമൊന്നും അല്ല ഏട്ടാ, ഇത് നേരിട്ട് സംസാരിക്കേണ്ടതാ. അല്ല, രേണടുത്തി എവിടെ? അതല്ലേ പറഞ്ഞത്, രേണു അവളുടെ വീട്ടിൽ പോയതാ. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടാക്കിയെന്ന് അറിയില്ല. പെങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല ഏട്ടാ, ഞാൻ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പിന്നെ നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്. എന്തെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കി കഴിക്കാലോ. എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ഏട്ടൻ വാ, ഇരിക്ക്. ഏട്ടാ, ഇരിക്ക്. എന്താണ് ഇത്ര വലിയ കാര്യം? നേരിട്ട് പറയാൻ പറ്റിയ കാര്യം എന്താ? പൂജ മോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഏട്ടടുത്ത് പറയാന്ന് പറഞ്ഞിട്ട് വന്നതാ. അത് നല്ല കാര്യല്ലേ, അവൾ കല്യാണ പ്രായമായതല്ലേ. നല്ല ചെക്കൻ്റെ കൂടെ എവിടെയാ? അവൻ എന്താ പണി? അതൊക്കെ പറയാ. എനിക്ക് രേണുവടുത്തടുത്തും കൂടി പറയണായിരുന്നു. ഇപ്പൊ ഏടത്തി എപ്പോഴാ വരിക? അവള് വരാൻ വൈകുന്നേരം ആവും. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കേ. ഏട്ട, ചെക്കൻ്റെ വീട് പയ്യോളിയാ. അവൻ ഗൾഫിലാ. ഇപ്പൊ 7 വർഷമായിന്നാ പറഞ്ഞത്. പിന്നെ നല്ലൊരു വീടുണ്ട്, അച്ഛന് ജോലിയുണ്ട്. അവർ ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇപ്പൊ എങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇവ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ബ്രോക്കർ വന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ അവരുടെ വീട്ടിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ഞമ്മളുടെ കുറച്ച് അപ്പുറത്ത് ആ തെക്കേ ഭാഗത്ത് ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവളെന്റെ ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ഒന്നും നോക്കണ്ട, നല്ല കുടുംബമാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഏട്ടനെ കൊണ്ടും കൂടി ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് വന്നതാ. ഇത് കുഴപ്പമില്ല പിന്നെ നടത്തുന്നത് നല്ലത്. നിന്റെ പറച്ചിലേക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷെ അതല്ലേ മോളെന്ത് പറഞ്ഞു? മോളുടെ കല്യാണം ഞാൻ പറഞ്ഞേട്ടെ അവളോട് പറയാണ്ട് പിന്നെ പറ്റില്ലല്ലോ. ആദ്യം തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, എന്നപ്പോ നമുക്ക് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, അമ്മ അതൊക്കെ വേണ്ടതാണ്, പക്ഷെ നമ്മുടെ അടുത്ത് ഒന്നും ഇല്ലാലോ. പിന്നെ മോനോടും പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്നറിയാം. ഇപ്പോഴാ പണ്ടത്തെ രീതി തന്നെ. മോളാണ് പറഞ്ഞത്, എന്നാ വേഗം അമ്മ അങ്കിളുടെ അടുത്ത് പറയും, അങ്കിൾ എന്താ പറയണത് അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വേഗം വന്നത്. അവനെന്തായാലും പഴയ മരത്തിനല്ലേ, മര്യാദക്കാണ് ഇപ്പൊ പെൺകുട്ടിനെ പോയി നമുക്ക് ഒരുമിച്ച് നടത്തായിരുന്നു. അതുപോലെ അത് വിട്, നമുക്ക് പെൺകുട്ടിയുടെ കാര്യം ആയി നോക്കാം. അതാണ് ഏട്ടാ മോൾക്കും വിഷമം. അവനൊരു രൂപമില്ലാലോ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ചുറ്റുപാട് ആൾക്കാർ അന്വേഷിക്കില്ലേ? അന്വേഷിച്ച വേറെ കുഴപ്പമില്ല. അല്ലെങ്കിൽ കള്ളും കുടിച്ച് ഇപ്പം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കലോ അങ്ങനെ ഒരു പരിപാടി ഇല്ല. കള്ള് കുടിച്ച് കൂട്ടുകാരൻ്റെ ഒപ്പം നടന്ന് 10 രൂപ പോലും കുടുംബത്തിൽ തരില്ല. അതൊക്കെ ഓർക്കുമ്പോഴാണ് പാവം പെൺകുട്ടികൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാ നല്ലൊരു ആലോചനയല്ലേ വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് നടത്താൻ പറ്റിയെങ്കിൽ. നീ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും സഹായം ചോദിക്കുക? നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പിന്നെ ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ അതുകൊണ്ട് കാര്യം നീ ഒരു കാര്യം ടെൻഷൻ അടിക്കണ്ട, നീ ഉണ്ടാതിരിക്കേ. രേണുവടുത്ത് എന്ത് പറയുന്ന അറിയില്ലല്ലോ. പിന്നെ ഗോകുൽ മോനാണെങ്കിൽ ജോലിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. അവരോടൊക്കെ പറയാനും സഹായം ചോദിക്കാനും എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഏട്ടനറിയാലോ എൻ്റെ സ്ഥിതി. വേറൊരു വഴിയില്ലാഞ്ഞിട്ടാണ്. രേണു എന്ത് പറയാനാ? അവിടെ കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ മോളെ ആദ്യത്തെ ഫോട്ടോ ബ്രോക്കറെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ട കാരണമാണ് ഇപ്പൊ ഈ ആലോചന വന്നത്. എന്നാ പിന്നെ നാളെ തന്നെ പോയിട്ട് മോൾക്കൊരു വേറെ ഫോട്ടോ എടുത്തിട്ട് ബ്രോക്കറെ അടുത്ത് കൊടുക്കല്ലേ ഏട്ടാ? ചെക്കൻ ഗൾഫിലല്ലേ, അതിന് ഫോട്ടോ അയച്ചു കാണിക്കാൻ പറ്റുമോ? പിന്നെ മോള് താൽക്കാലികമാണെങ്കിലും ടീച്ചറായി കയറിയിട്ടില്ലേ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഏട്ടാ, അവള് കുഴപ്പമൊന്നുമില്ല. അവള് രാവിലെ 7-7:30 ആകുമ്പോഴേക്കും പോകും. പിന്നെ ഒരു താൽക്കാലികമായിട്ട് കയറിയതല്ലേ ടീച്ചറായിട്ട്. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരവിടെ എവിടെയെങ്കിലും നോക്കിക്കോട്ടെ അല്ലേ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. നിനക്ക് രേണു കൊണ്ടിട്ട് പോയാൽ മതിയാ? ഇല്ല ഏട്ടാ, ഞാൻ പോകട്ടെ. രേണുവടുത്ത് വരാൻ രാത്രി എന്തായാലും ആകും. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെ വൈകിട്ടല്ലേ വരൂ. ഞാൻ നിൽക്കുന്നില്ല. ചെക്കൻ്റെ വീട്ടിൽ കാണാൻ പറ്റും ഈ ചെയിനിട്ട് നിൽക്കുന്നത്. നിനക്ക് ഞാൻ ഒരു ചെയിൻ വാങ്ങിത്തരാം. വേണ്ട ഏട്ടാ, എനിക്കിപ്പോൾ അവരൊന്നും അറിയാണ്ട് ഒന്നും തരണ്ട. ഞാൻ തൽക്കാലം ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു 10-500 രൂപ കൊടുത്ത് ഗോൾഡ് കവറിങ് വാങ്ങിച്ചിടാം. ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. മകളുടെ കല്യാണം വെച്ച് നീ ഗോൾഡ് കവർ കിട്ടണം. നീ എന്തായാലും നിൽക്കുന്നതല്ലേ പറഞ്ഞ് നീ എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്ക്. ഞാൻ ബാങ്കിലേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്റെ കാറിൽ കൊണ്ട് വിടാം. ഇല്ല ഏട്ടാ, ഞാൻ നിൽക്കുന്നില്ല. ഒരു ചുരിദാർ അർജന്റായിട്ട് കൊടുക്കാനുണ്ട് എനിക്കൊന്നും വിശപ്പില്ല. ഏട്ടനും എന്തായാലും ഉണ്ടെങ്കിൽ കഴിക്കാം. എന്തെങ്കിലും എനിക്കും എടുത്തേക്ക്, ഞാൻ വരുന്നു.
ആ നോക്കട്ടെ, എടുത്ത് വയ്ക്കാം. ഏട്ടുമ്പാ എവിടെ പോയി? രവിയേട്ടാ, വാർത്ത തുറന്നിട്ട് ആളെ കാണുന്നില്ല. രവിയേട്ടാ, മേലെയാ? വാടകടിക്കണ്ടേ? ഞാനിവിടെ ഉണ്ട്. നല്ല ആളാ. വാതിൽ തുറന്നിട്ട് വന്നിരിക്കേണ്ട, വാതിൽ അടിച്ചിട്ട് വന്നിരിക്കണേ. എന്താ ഇവിടെ ഇരുന്ന് കണക്കോട്ടില്ലേ? അല്ല, നീ എന്താ നേരത്തെ വന്നല്ലോ? നീ ഞാൻ വൈകുന്നല്ലേ വിചാരിച്ച്. നീ ഇപ്പൊ എങ്ങനെ വന്ന്? ഞാൻ ഏട്ടൻ കൊയ്യാണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടന്റെ കാറിൽ വന്നു. നീ അങ്ങോട്ട് കടന്നു. സുമതി വന്നിട്ടുണ്ടായിരുന്നു. സുമതി വന്നോ? എന്നിട്ട് അവളെവിടെ? അവൾക്ക് നിൽക്കാൻ സമയമില്ലേ, അവള് പോയി. പിന്നെ നമ്മുടെ പൂജമോളുടെ കല്യാണക്കാരൻ ശരിയായിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാ. പൂജമോളുടെ കല്യാണക്കാരിയോ? നമ്മളറിയാണ്ടോ? പൂജമോൾക്ക് കല്യാണക്കാരൻ നമ്മളറിയാണ്ട് നടക്കുന്നില്ല പറഞ്ഞു. നല്ലൊരു ബന്ധം വന്നിട്ട് അതിനെപ്പറ്റി പറയാൻ വന്നത്. നല്ല ബന്ധത്തോടെ നടത്തി കൊടുക്ക, അത്ര തന്നെ. പിന്നല്ലാതെ നമ്മളല്ലാതെ വേറെ ആരാ കാര്യങ്ങൾ നടത്തുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. പണ്ടത്തെ പോലെയാണ് കുറച്ചും കൂടി നല്ല നല്ല കാര്യങ്ങൾ നടത്തായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഗോകുലം പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടല്ലേ, കുറെ പൈസ അതിലേക്ക് ഇറക്കിയില്ലേ. പിന്നെ അവളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? കല്യാണം വന്ന് അയച്ചുകൂടെ? അവളുടെ എന്തിനാ പൈസ? നമ്മളുടെ പൈസ ഇല്ലേ? ഗൂഗിളും ബിസിനസ് തുടങ്ങാൻ പൈസ കൊണ്ടുപോയിട്ടേ ഒരു 5 ലക്ഷം 8 ലക്ഷം കൊണ്ടുപോയിട്ടുണ്ട്. അത്രയല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. ആ 5 ലക്ഷം ഉറുപ്പിക പോരെ പൂജ കൊണ്ട് കല്യാണം ഭംഗിയായിട്ട് നടത്തിക്കോട്ടെ. അല്ലാണ്ട് നിങ്ങൾ എങ്ങനെ നടത്തി കൊടുക്കുന്ന പറഞ്ഞിട്ടാ? കല്യാണം പറഞ്ഞാലേ ചില്ലറ പൈസ ഒന്നും പോരാ. ഇറക്കി കഴിഞ്ഞാൽ കാണില്ല പൈസ. എങ്ങനെ പോയാലും 10-15 ലക്ഷം ഉറുപ്പിക അങ്ങ് പോകും. പിന്നെ നമ്മള് എടുത്തു വെച്ച പൈസ എടുക്കാനാ നമ്മുടെ ആവശ്യങ്ങൾക്ക്. പെങ്ങളുടെ കൊണ്ട് കല്യാണം നടത്താനല്ല. നീ ലക്ഷം കണ്ട് നടക്കുന്നത് എൻ്റെ അടുത്ത് പറയണ്ട. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചെക്കൻ്റെ വീട്ടുകാരി സ്വർണവും പണമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് അവരുടെ മര്യാദ. അവരങ്ങനെ പറഞ്ഞോ? അന്നപ്പോ ഇത് വലിയ കാര്യല്ലേ, ഇത്ര സ്വർണത്തിന്റെ വിലയും. പിന്നെ അവരുടെ കുടുംബത്തെ അറിഞ്ഞതിന്റെ ഒരു ബന്ധം വന്നതായിരിക്കാം. പിന്നെ എന്തിനാ സ്വർണ്ണപ്പൊ കൊടുക്കണം? എത്ര കുടുംബത്തിലേക്ക് ആഗ്രഹ കാര്യത്തിലോ അത് പോരെ. ഇപ്പൊ പൂജമോളുടെ ഭാഗ്യ സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പൂജമോൾക്ക് എത്ര കൊടുക്കണമെന്ന്, അത് ഞാൻ കൊടുക്കും. എന്നപ്പോ ഞങ്ങൾ കാര്യം 50 പവൻ കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയാലോ. കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുക, എന്നിട്ട് തീരുമാനിക്കുക എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ടെന്ന്. നിങ്ങളുടെ പെങ്ങളുടെ മോൾക്ക് കൊടുക്കണം ഞാൻ പറയുന്നില്ലല്ലോ, അതിനൊക്കെ ഒരു അളവുണ്ട്. ഇത് കുറെ ആയി. അതൊക്കെ ഷോപ്പ് ഇട്ടോളൂ നിങ്ങളല്ലേ. ആ ചെക്കനെ പഠിപ്പിച്ചില്ലേ? ചെക്കൻ എന്തായി? കള്ളു കുടിച്ചിട്ട് നടക്കല്ലേ? വല്ല ജോലിക്ക് കയറിയതാണെങ്കിലോ നമ്മുടെ കാലം പിടിക്കാൻ ഇങ്ങനെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പെങ്ങള് വന്ന പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ആങ്ങളെ സോപ്പിട്ട് മയക്കിട്ടാന്നുള്ളത്. പണ്ടേ അങ്ങനെയാണല്ലോ, പെങ്ങള് പറഞ്ഞ ജീവനല്ലേ. നമ്മളൊന്നും ഒരു വിലയില്ല. എന്ത് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും പെങ്ങളോട് ചോദിക്കും, പെങ്ങളോട് ചോദിക്കട്ടെ പറയും. അതിനനുസരിച്ച് മുതലെടുക്കാൻ പറ്റിയൊരു പെങ്ങള് കൊടുക്കേ. നിങ്ങൾ എത്ര വേണമെങ്കിലും കൊടുക്കും. ഞാനും എന്റെ മോനല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും വഴി കാണും. നീ എന്തിനാ മോനെ വലിച്ചത്? നിന്റെ സ്വഭാവമല്ലേ അവൻ ഇവിടെ വളർന്നല്ലേ. അവൻ ഒരിക്കലും കൊടുക്കണ്ട പറയില്ല. നീയായിട്ട് കേടി വെച്ചാണ്ടിരുന്ന മതി. നിന്റെ ആങ്ങളുടെ കേൾപ്പിക്കുമ്പോഴേ 1 ലക്ഷത്തിന് ഞാനെല്ലാം കൊടുത്ത് അവൻ 2-3 ദിവസം വന്നു പോയില്ലേ. അവൻ വലിയ തന്നിട്ടുണ്ടോ? എന്താ അവന് ബുദ്ധിമുട്ടാണ്, അതിന് പൈസ ഇല്ല. മനുഷ്യാവസ്ഥയാ, എല്ലാവർക്കും ഒരേമാതിരി ഉണ്ടാവില്ല. എന്റെ പെങ്ങളുടെ അത്ര ഉറപ്പ് ബി.പി കൂട്ടില്ല. കുറെ നേരം വന്നിട്ട് ഒരു ചായ ഏഴു. സുമതി എന്താ പറയുന്നവൻ? ഹലോ, എന്താ സുമതി? നീ ടെൻഷൻ അടിക്കണ്ടോ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ റെഡിയാക്കിയിട്ടുണ്ട്. ആ കല്യാണ കത്ത് നാളെ കിട്ടും. രാഹുൽ മോൻ ഒരാഴ്ച ലീവ് എടുക്കും കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അനൂപ് എന്ത് പറയുന്നിപ്പോ? അനൂപ് കണ്ടുകൂടി നിർത്തിയോ? ആ സമാധാനം. ആ
അന്ന് ഒരു കാര്യം ചെയ്യാം, രാഹുലും അനൂപും കൂടി കൊണ്ടുപോയിട്ട് കത്ത് കൊടുത്തോട്ടെ. ആ പിന്നെ പെയിൻറ്റ് വീട്ടിൽ ഒരാഴ്ച മുൻപ് അടിക്കാനായിട്ടാണ് പറയുന്നത്. അവനെ കല്യാണത്തിൻ്റെ അടുത്ത് അടിച്ചാൽ അപ്പം അല്ലെങ്കിൽ ആൾക്കാരെല്ലാവരും തൊട്ട് കൊടുത്തിട്ട് പെയിൻ്റ് അങ്ങ് പോയി. പിന്നെ സ്വർണ്ണത്തിൻ്റെ കാര്യം എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട. കല്യാണം 2 ദിവസം മുൻപ് പൂജമോളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയി സ്വർണ്ണം എടുത്തോളാം. എല്ലാം പിന്നെ ഡിസൈനൊക്കെ അവിടെ നിന്ന് കണ്ടു വെച്ചതല്ലേ. ആയിക്കോട്ടെ. ശരി എന്നാൽ ശരി. പിന്നെ ഒരാഴ്ച മുൻപ് വരാതെ മോളെ, ഒരാഴ്ച മുൻപ് വീടൊക്കെ കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും. പൂജ മോളെ കല്യാണം നമുക്ക് അടിച്ച് പൊളിക്കണം. നമുക്ക് ഡ്രസ്സ് എല്ലാം അവിടെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഡ്രസ്സാണ് കേട്ടോ. ആയിക്കോട്ടെ. ശരി. കുറച്ചൊന്നും വിളിക്കാം, ഞാൻ ഒഴിവിട്ടില്ല. ശരി.